നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. എല്ലാം രാജിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കളറുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാർത്ത വളരെ ആകർഷകമാക്കാനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. 3 ദിവസം തുടരെ അൻവറിൻ്റെ വെളിപ്പെടുത്തൽ. ഉന്നം MR അജിത് കുമാറും P ശശിയും സുജിത് ദാസും. സർക്കാരിനും CPM-നുമൊപ്പം കേരളം ഞെട്ടി. ഒടുവിൽ മുഖ്യമന്ത്രിയെ കണ്ടു, അനുസരണയുള്ള സഖാവായി എന്ന് പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിന് പകരം വ്യത്യസ്തമായ രീതിയിൽ 4 കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാതൃഭൂമി പുതിയ സ്ട്രിപ്പ് പോലെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, എല്ലാം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വിട്ട് അൻവർ കീഴടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അന്വേഷിക്കുന്നത് കീഴുദ്യോഗസ്ഥർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് വാർത്ത പോലും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാർട്ടൂണും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ADGP ജനങ്ങളെ സർക്കാരിന് എതിരാക്കാൻ ശ്രമിച്ചു എന്ന് CPIയുടെ ആരോപണവും, അതുപോലെ തന്നെ ആരോപണം ഗൗരവത്തോടെ കണ്ട് CPM നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ നിലപാടും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ, നയതന്ത്ര ഗാരേജ് സ്കാൻ ചെയ്യാനാകുമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ സുപ്രീം കോടതിയുടെ ചോദ്യവും ആയി ബന്ധപ്പെട്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. നയതന്ത്ര പരിരക്ഷയ്ക്കുള്ള ഗാരേജുകൾ സ്കാൻ ചെയ്ത് പരിശോധിക്കാൻ നിയമപരമായ അധികാരമുണ്ടോ എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചതാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, തീരരക്ഷാസേനയുടെ കോപ്റ്റർ തകർന്ന് മലയാളി പൈലറ്റ് മരിച്ചു എന്ന വാർത്തയും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ചൊവ്വാഴ്ച ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബന്ദർസരി ഭഗവനിയിലുള്ള ഒമർ അലി ഫൈസുൽ പള്ളി സന്ദർശിച്ച സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ് നൽകിയിട്ടുള്ളത്. അതിന് വിശദമായി വാർത്തയെല്ലാം തന്നെ ഉൾപേജിലുണ്ട്. പക്ഷേ ഫോട്ടോ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നിവിൻ പോളിയുടെ പേരിൽ പീഡന കേസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വാർത്തയാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, പശുക്കടത്ത് സംശയിച്ച് കൗമാരക്കാരന് വെടിവെച്ച് കൊന്ന വാർത്തയാണ്. ഹരിയാനയിലെ ഫരീസാബാദിൽ പശുക്കടത്തെന്ന് സംശയിച്ച് 12ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഗോരക്ഷകരെന്ന് അവകാശപ്പെടുന്ന സംഘം വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് വാർത്ത. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇൻഷുറൻസ് ഏജൻസിയിലെ തീപിടുത്തമാണ്. 2 പേർ വെന്തു മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, ഇൻഷുറൻസ് ഏജൻസിയിലെ തീപിടുത്തം തന്നെയാണ് വലിയ വാർത്തയായി കേരള കൗമുദി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, വരുമാന സർട്ടിഫിക്കറ്റിന് സത്യവാങ്മൂലം നിർബന്ധമാണ് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അതായത് റവന്യൂ വകുപ്പിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റിന് സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട് എന്ന വാർത്തയാണ്. മറ്റൊരു വാർത്ത, ഹെലികോപ്റ്റർ കടലിൽ പതിച്ചു, മലയാളി പൈലറ്റ് ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം എന്ന വാർത്തയാണ്. മറ്റൊരു കാര്യം, കേരള കൗമുദിയെ സംബന്ധിച്ച് 2 ഫ്രണ്ട് പേജുകളാണുള്ളത്. മുഖം കാക്കാൻ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ പേജിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത. അത് ADGP-യും PV അൻവറും സർക്കാരും തമ്മിൽ ബന്ധപ്പെട്ട വാർത്തയാണ്. പാർട്ടിയിലും മുന്നണിയിലും കടുത്ത അതൃപ്തിയെന്നും ആ വാർത്തയെ സംബന്ധിച്ച് കേരള കൗമുദി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മോദി ബ്രൂണയിൽ ഇന്ന് സുൽത്താനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മോദിക്ക് അവിടെ ലഭിച്ച സ്വീകരണമെല്ലാം തന്നെ ആ സ്വീകരണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, പീഡനം, നിവിൻ പോളി അടക്കം 6 പേർക്കെതിരെ കേസെന്ന വാർത്തയാണ്. പരാതിക്കാരിയെ അറിയില്ലെന്ന് നിവിൻ പോളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ആകർഷകമായ കാര്യം, കൊലയ്ക്ക് പിന്നിലും സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിമിനൽ തൊപ്പി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്ത എന്നെല്ലാം വിശദമായി നൽകുന്ന ഒരു കാർട്ടൂൺ സഹിതം ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. രസകരമായ രീതിയിൽ, ആകർഷകമായ രീതിയിൽ ആ വാർത്തയെ കൗമുദി നൽകിയിട്ടുണ്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ, ദീപികയിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത്, കെട്ടടങ്ങുന്നു എന്നതാണ്. താക്കീതുമായി പിണറായി, കീഴടങ്ങി അൻവർ. മുഖ്യമന്ത്രിക്ക് എല്ലാം എഴുതി നൽകിയിട്ടുണ്ടെന്ന് പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അതായത് PV അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അരമണിക്കൂർ കൂടിക്കാഴ്ചയിൽ എല്ലാം പറഞ്ഞു തീർത്ത് PV അൻവർ MLA എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദീപികയിലേക്ക് വരുമ്പോൾ, മണിപ്പൂർ ഡ്രോൺ ബോംബാക്രമണം അന്വേഷിക്കാൻ ഉന്നത കേന്ദ്ര സമിതി എന്ന വാർത്തയാണ്. മറ്റൊന്ന്, ഒരു രസകരമായൊരു ചിത്രം കൂടി ദീപിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാവേലി റീൽസിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ചാലക്കുടിയിൽ പൂക്കൾക്കിടയിൽ ഒരു അമ്മയും മകളും മാവേലി വേഷത്തിൽ നിന്നുകൊണ്ടുള്ള റീൽസ് എടുക്കുന്ന ചിത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, പാപ്പനംകോട് തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2 പേർ വെന്തു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത ദീപിക നൽകിയിട്ടുണ്ട്. യുക്രൈൻ നഗരത്തിൽ റഷ്യൻ മിസൈൽ ആക്രമണം, 50 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ബ്രൂണയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്ന ഇന്ത്യക്കാർ എന്ന് പറഞ്ഞുകൊണ്ടും വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, പശുക്കടത്തെന്ന് സംശയിച്ച് വിദ്യാർത്ഥിയെ വെടിവെച്ച് വന്ന സംഭവം, 5 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപിക വാർത്ത നൽകിയിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ ആ ഹെഡിങ്ങിൽ തന്നെ വാർത്തയുടെ ഒരു
ഡെവലപ്മെന്റ് ഇടം പിടിച്ചതായി കാണാൻ സാധിക്കും. മാധ്യമത്തിലെ പ്രധാന വാർത്ത PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. മുഖ്യമന്ത്രിയെ കണ്ടു, വിലക്കി, വഴങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഇനിയും മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്ന് അൻവർ പറഞ്ഞതായും നൽകിയിട്ടുണ്ട്. അൻവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ കൈകൾ ഉയർത്തി നിൽക്കുന്ന ചിത്രമാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഗോരക്ഷാ ഗുണ്ടകൾ +2 വിദ്യാർത്ഥിയെ വാഹനത്തിൽ പിന്തുടർന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന വാർത്തയാണ്. സംഭവം ഹരിയാനയിൽ. വെടിവെച്ചത് പശുക്കടത്തുകാരെന്ന് കരുതി 5 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത നൽകിയിട്ടുള്ളത്. എന്നാൽ മനോരമയിലേക്ക് വരുമ്പോൾ രസകരമായ രീതിയിലാണ് അതിന്റെ ഹെഡിങ് പോലും നൽകിയിട്ടുള്ളത്. ആ തലക്കെട്ടിൽ തന്നെ അൻവറിന്റെ യുദ്ധം എന്ന് നൽകിക്കൊണ്ട് അടക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. മാറ്റം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇടത് സൈഡിൽ അതിനോട് ചേർന്ന് തന്നെ ADGPക്കെതിരായി നീക്കമെന്ന് നൽകിക്കൊണ്ട് ഒതുക്കി എന്ന് പറഞ്ഞുകൊണ്ടും നൽകിയിട്ടുണ്ട്. അജിത് കുമാറിനെ കാത്ത് മുഖ്യമന്ത്രി, ഒപ്പം ബാഹ്യ ഇടപെടലും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത പശുക്കടത്ത് സംശയിച്ച് ഹരിയാനയിൽ +2 വിദ്യാർത്ഥിയെ വെടിവെച്ച് കൊന്ന വാർത്ത തന്നെയാണ് ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഇൻഷുറൻസ് കമ്പനി ഏജൻസി ഓഫീസിലെ തീപിടുത്തമാണ്. യുവതി ഉൾപ്പെടെ 2 പേർ മരിച്ച സംഭവവും നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പോർബന്തറിൽ കോപ്റ്റർ അപകടം, മലയാളി തീരസേന പൈലറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മനോരമയിലെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ള വാർത്തകൾ. ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ തലസ്ഥാനത്ത് വൻ തീപിടുത്തം, 2 പേർ പൊള്ളലേറ്റ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളത്. ജന്മഭൂമിക്ക് 2 ഫ്രണ്ട് പേജുകളാണുള്ളത്. അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷണത്തിന് ജൂനിയേഴ്സ്, മുഖ്യമന്ത്രി തന്നെ അട്ടിമറിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവറിന്റെ വാർത്ത ജന്മഭൂമി നൽകിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ മുഖ്യമന്ത്രിയുടെ ചുമതലയിൽ അൻവർ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടും വാർത്ത ജന്മഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞ വാർത്തയാണ്. മറ്റൊന്ന് നിവിൻ പോളിക്കെതിരെ പീഡന കേസ് അടിസ്ഥാനരഹിതമെന്ന താരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ അമേരിക്കയെയും ചൈനയെയും കടന്ന് ഭാരതം വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ജന്മഭൂമി നൽകിയിട്ടുണ്ട്. കിളിമാനൂർ CPM വിവാദം, ഏരിയ കമ്മിറ്റി തരം താഴ്ത്തിയ വനിതാ നേതാവ് സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. CPM ഏരിയ കമ്മിറ്റി തരം താഴ്ത്തിയ വനിതാ നേതാവായ ശ്രീജ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തൊട്ടു പിറകിലിരിക്കുന്ന ചിത്രം കൂടി പങ്കുവച്ചുകൊണ്ടാണ് ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനി പരിശോധിക്കുമ്പോൾ ദേശാഭിമാനിയിൽ അതീവ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത കേന്ദ്രം പിടിച്ചുവെച്ചത് 3685 കോടി, ഓണത്തിനും കടുംവെട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. ക്ഷേമ പദ്ധതി മുടക്കാതെയും വിലക്കയറ്റം തടഞ്ഞും ഓണം സുഭിക്ഷമാക്കാൻ കേരളം, വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലൂടെ വാർഷിക നഷ്ടം 10,000 കോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി വാർത്ത വന്നിട്ടുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡ് കോപ്റ്റർ കടലിൽ തകർന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മലയാളി പൈലറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊരു വാർത്ത നെഹ്റു ട്രോഫി ജലമേള 28-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. ഇൻഷുറൻസ് ഏജൻസി ഓഫീസിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ താഴെയായി ഇടം പിടിച്ചതായി കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.